ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ഏവൻഗേലിയോൻ ഭാഗം ശുദ്ധമുള്ള മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 22 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങളാണ്. യേശു കർത്താവ് കുരുടരെ സൗഖ്യമാക്കുന്ന മറ്റവസരങ്ങളുണ്ട്. എന്നാൽ അവയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. കർത്താവ് ബെത്സൈദയിൽ ആയിരുന്നപ്പോൾ ഒരു കുരുടനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. അവൻ അന്ധനായ മനുഷ്യനാണല്ലോ. പെട്ടെന്ന് എല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കുന്ന ഒരു മാനസിക വിക്ഷോഭം ഉണ്ടല്ലോ, അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി യേശു അവനെ ഊരിന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവന്റെ കണ്ണിന്മേൽ തുപ്പി, അവന്റെ മേൽ കൈവച്ചു. അതിനുശേഷം നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് യേശു അവനോട് ചോദിച്ചു. ഉടനെ അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ നടക്കുന്നത് മരങ്ങൾ പോലെ അത്രേ എന്ന് പറഞ്ഞു. പിന്നെയും യേശു അവന്റെ കണ്ണിൽ കൈവച്ചു. അപ്പോൾ അവൻ സുഖം പ്രാപിച്ചു. എല്ലാം സ്പഷ്ടമായിട്ട് അവൻ കണ്ടു. 2 ഘട്ടത്തിലായിട്ടാണ് ഇവിടെ ഈ കുരുടന് യേശു കർത്താവ് കാഴ്ച നൽകുന്നത്. ആദ്യം അവനെ തൊട്ട് സുഖം കൊടുക്കുമ്പോൾ കാഴ്ച തിരിച്ചു ലഭിച്ചു എങ്കിലും അതൊരു പൂർണ്ണമായിരിക്കുന്ന കാഴ്ചശക്തി ആയിരുന്നില്ല എന്നാണ് നമ്മൾ കാണുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ഭയാനകമായിരുന്നു. കാരണം മനുഷ്യരെ വൃക്ഷങ്ങളെ പോലെയും കാണുക എന്ന് പറഞ്ഞാൽ അതവന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനയുള്ള അനുഭവമാണ്. മനുഷ്യരുമായുള്ള ബന്ധത്തിലും അവന്റെ യാത്രയിലുമൊക്കെ അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ അപകടമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും അവന് മോചനം ലഭിക്കാൻ വേണ്ടിയാണ് യേശു രണ്ടാമതും അവന്റെ കണ്ണിൽ വെച്ച് അവന് സുഖം നൽകുന്നത്. രണ്ടാമത് യേശു കണ്ണിൽ കൈവച്ച് സുഖപ്പെടുത്തുമ്പോഴാണല്ലോ എല്ലാം സ്പഷ്ടമായി കാണുന്ന അവസ്ഥയിലേക്ക് അവൻ കടന്നു വരുന്നത്. ഇവിടെ ഒരു പ്രത്യേക കാര്യം തന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഇപ്രകാരം ഒരു സൗഖ്യമാക്കൽ ശുശ്രൂഷ നടത്തുന്നത്. ഈ ശിഷ്യന്മാർ തന്റെ കൂടെ ആയിട്ടും അവർ ഒരു ശരിയായിരിക്കുന്ന ആത്മീയ വീക്ഷണത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് യേശുവിന് അറിയാമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് എല്ലാം സ്പഷ്ടമായി കാണുന്നതായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ശിഷ്യന്മാർ എത്തപ്പെടേണ്ടതിന്റെ ആവശ്യകത ഇവിടെ യേശു തമ്പുരാൻ അവരെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യരെ മനുഷ്യരായും വൃക്ഷങ്ങളെ വൃക്ഷങ്ങളായും പക്ഷികളെ പക്ഷികളായും കാണുവാനും അവ എപ്രകാരമായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ അതിനെ കാണുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ മാത്രമേ ഒരു പൂർണ്ണമായിരിക്കുന്ന കാഴ്ച ഉണ്ട് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ യേശുവിന്റെ കൂടെ നടക്കുന്നതായ ശിഷ്യന്മാർക്ക് പലപ്പോഴും ഭാഗികമായിരിക്കുന്ന കാഴ്ചശക്തി മാത്രമേ ഉള്ളൂ എന്ന് യേശു മനസ്സിലാക്കുകയാണ്. കാരണം പല കാര്യങ്ങളെയും നോക്കേണ്ട രീതിയിൽ നോക്കാനും കാണേണ്ട രീതിയിൽ കാണാനും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഒരു ആധ്യാത്മികമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന ഒരു കാഴ്ച ഈ ശിഷ്യന്മാർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് യേശു ഇപ്രകാരം ഈ കുരുടനെ 2 ഘട്ടങ്ങളിലൂടെ സുഖപ്പെടുത്തി ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് യേശു കുരുടനോട് ചോദിക്കുമ്പോൾ അവൻ മേൽപോട്ട് നോക്കി മനുഷ്യനെ കാണുന്നു എന്നവൻ പറയുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, കാഴ്ച ലഭിച്ചതായിരിക്കുന്ന ഈ മനുഷ്യൻ മേൽപോട്ട് നോക്കുകയാണ്. മേൽപോട്ട് നോക്കി മനുഷ്യരെ കാണുന്നു എന്ന് പറയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അവന്റെ വീക്ഷണകോണം ശരിയല്ല എന്നുള്ളതാണ്. ഈ നഗ്ന നേത്രങ്ങൾക്ക് സ്പഷ്ടമായി കാണാൻ സാധിക്കാത്ത
അനന്തവിശാലമായ ആകാശത്തെയാണ് മേൽപോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. താഴെയുള്ളവയെ വ്യക്തമായി കാണണമെങ്കിൽ ഒന്നിൽ നാം നേരെ നോക്കണം, അല്ലെങ്കിൽ കീഴ്പോട്ട് നോക്കണം. ഇവിടെ ഈ മനുഷ്യന്റെ വീക്ഷണകോണം പോലും ശരിയല്ല. അവന് കാഴ്ച ലഭിച്ചപ്പോൾ അവൻ മേൽപോട്ട് നോക്കുകയാണ് ചെയ്തത്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ നമ്മുടെ വീക്ഷണം ശരിയല്ല എന്നുള്ളതാണ് പ്രശ്നം. സഭയുടെ പാരമ്പര്യങ്ങളെയും സഭയുടെ വിശ്വാസങ്ങളെയും സഭയുടെ കൂദാശകളെയും ഒക്കെ മനുഷ്യർ മരങ്ങൾ പോലെ നടക്കുന്നത് പോലെ കാണുന്നതായിരിക്കുന്ന ഒരു രീതിയാണ് ഈ കാലഘട്ടത്തിൽ പലരുടെയും മനസ്സിലുള്ളത്. അതുകൊണ്ട് കുരുടനെ പോലെ ഉള്ളതായിരിക്കുന്ന ആ കാഴ്ചയുടെ അനുഭവത്തിൽ നിന്നും, വീക്ഷണകോണം ശരിയല്ലാത്ത കാഴ്ചയുടെ അനുഭവത്തിൽ നിന്നും ശരിയായിരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അതിന് നമ്മുടെ കണ്ണിൽ യേശു തൊടണം. നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂർണ്ണമാകണമെങ്കിൽ, നമ്മുടെ വീക്ഷണകോണം ശരിയാകണമെങ്കിൽ യേശു ക്രിസ്തു നമ്മുടെ കണ്ണിൽ സ്പർശിക്കുവാനിടയാകണം. ഈ നോമ്പ് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തു നമ്മുടെ കണ്ണിൽ തൊടുന്നതിനും, പൂർണ്ണമായിരിക്കുന്ന ഒരു കാഴ്ച, പൂർണ്ണമായിരിക്കുന്ന ഒരു വീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതിനും മുഖാന്തരമായി തീരുവാൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് പൂർണ്ണ വിനയത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.